സോഡ ചോദിച്ചിട്ട് എത്ര നേരമായി? ഞാൻ ബേറല്ല. പിന്നെ താനാരാ? ഗോപിനാഥ മേനോൻ. ഗോപിനാഥ മേനോൻ? ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. വരണം വരണം, ഇരിക്കണം. കമോൺ ജോയിൻ us. നമ്മളൊക്കെ മേനന്മാരാ. ഇവിടെ ഇരിക്കേ. ആ കുപ്പിയും കിടക്ക്. ഒരു പെഗ് വീണം മിസ്റ്റർ ഗോപിനാഥ മേനോൻ. വി ആർ ഓൾ മേനോൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേനോനാണ് ഞാൻ. ആടിക്ക് മേനോനെ? ഞാൻ കഴിക്കാറില്ല. നോനോ, ഇന്ന് മേനന്മാരെ കുടിക്കുന്ന ദിവസാ. അതുകൊണ്ട് ഈ മേനോനും കുടിക്കണം. വേണ്ടായിരുന്നു. നല്ല രുചി. പ്ലീസ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്നെ ഫോളോ ചെയ്യുന്നൊരു ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ. അവരാണ്. നിങ്ങൾ ഡോറ് തുറന്നു കൊടുത്ത് അവരെന്നെ കണ്ടാൽ കൊന്നുകളയും. എന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. പ്ലീസ്, എന്നെ വിശ്വസിക്കും. അതെ, എന്താ? നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ജോസൂട്ടിയുടെ സിസ്റ്റർ അല്ലേ? ഞാൻ ജോസൂട്ടിയുടെ ഫ്രണ്ടാ, സാംസൺ. ഞാനിപ്പോ വരാം. അല്ല, ഇതിന്റെ കാശ് ഞാൻ കൊടുക്കാം. നോനോ, മേനോ ഞങ്ങൾ ഗസ്റ്റാ. അത് പറ്റില്ല. നിങ്ങളെല്ലാം എന്റെ ചീഫ് ഗസ്റ്റാ. പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ വിചാരിച്ചാണ് ഈ ചിന്ന ഗോപിനാഥ മേനോന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലെന്ന്. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ക്യാഷ് പ്ലന്റി. ബണ്ടിൽ മണി പോക്കറ്റ്. ഞാനും ജോസൂട്ടിയും ഒന്നിച്ച് ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ ഞാനൊരു ഊരാക്കുടിക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിലുണ്ട്. പണം വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ചാക്കി കെട്ടിയാ ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഫിലിം ബോക്സിനെ വിശ്വസിക്കാനേ പാടില്ല. അതിനകത്ത് നിറയെ കാശ് കാണും. ഐ ആം വെരി വെരി കുന്നത്ത് ഹൗസ് ഫാമിലി. 1 father, 1 mother, 1 sister. We are all brothers. India is my country. All Indians are my brothers and sisters. Twinkle, twinkle, little star. Oh, I wonder what you are. അപ്പോഴാണ് പെട്ടി അന്വേഷിച്ച് ആ ഗ്യാങ് തിയേറ്ററിൽ എത്തിയത്. അവരിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പൊ ഗോപി? അവൻ ഇവിടെ തന്നെ വേറെ എവിടെയോ ഉണ്ട്. ആ പണം ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് എടുക്കണം. സൂസൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ?
ഒരു പ്രൈവറ്റ് കാറോ വാനോ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഡ്രൈവർ ഇല്ലാതെ. വേഗം ഇറങ്ങാം. നീ എന്താ ഇങ്ങനെ ധൃതി കൂട്ടണേ? താങ്ങാൻ പറ്റുന്നല്ല. ഈ വാൻ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടുമല്ലെന്ന് നിനക്കറിയാവോ? എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് രക്ഷപ്പെടാനുള്ളതിന് വെള്ളം അടിച്ച് പൂസ. ഞാൻ കുടിച്ചല്ല, അവന്മാർ എന്നെ കുടിപ്പിച്ചതാ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇറങ്ങ. ഞാൻ ഫിറ്റല്ല, ഞാൻ ഫിറ്റല്ല സംസർ. നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ല അവിടെ വല്ല പാമ്പുണ്ടാവും. പേടിക്കണ്ട, എഴുതുക്കൾ എന്നെ ഒന്നും ചെയ്യില്ല. ഒന്ന് പെട്ടെന്നാട്ടെ, യക്ഷയും പ്രേതമൊക്കെ ഉള്ള സ്ഥലമാ. യക്ഷോ മാറണോ ആരും വന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. നീ ധൈര്യം വെച്ചിരിക്കേ. ഒന്ന് വേഗം വാ. ഇതാണ് കുടിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയണത്. കുടിച്ചാ സ്റ്റാമിന പോകും. നമ്മൾ പണം വെച്ചിരുന്ന ചാക്ക് മാറിപ്പോയോ? കൊള്ളാം, നിങ്ങൾ രണ്ടാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു കൊല നടത്തിയിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലേ തന്ത്രപൂർവ്വം ഇങ്ങോട്ട് ഓടി കയറിയത്? അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങൾ ചാക്കി കെട്ടിവെച്ചിരുന്ന പണമാണെന്ന് കരുതിയാണ് ഇതിവിടെ കൊണ്ടുവന്നത്. മതി, ഇനി ഒന്നും പറയണമെന്നില്ല. എന്റെ ചേട്ടന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. എന്നെ കുരുക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. പ്ലീസ്, പോലീസിൽ അറിയിക്കരുത്. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കും. എന്താണ് നടന്നതെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. ചാക്കിലിരുന്ന് പണം എടുക്കാൻ വേണ്ടി വേറെ ആരോ ചെയ്ത കൊലപാതകമാണിത്. ഞങ്ങൾ പറയുന്നത് സത്യമാണ് സിസ്റ്റർ. ഇല്ല, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ ശരിക്കും ട്രാപ്പിലാക്കിയായിരുന്നു. ഡെഡ് ബോഡി ഇപ്പോൾ എന്റെ മുറിയിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും വന്നത് കണ്ടാൽ കുറ്റം എന്റെ പേരിലാവും. സൂസൻ ഒരു അപകടം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ ഡെഡ് ബോഡി ഉടനെ ഞങ്ങളോട് മാറ്റിയേക്കാം. ഈ ചാക്കിൽ തന്നെ ബോഡി കൊണ്ടുവന്ന അപകടമല്ലേ? പിന്നെ എന്ത് ചെയ്യും? ആരാന്ന് നോക്ക്. ഞങ്ങൾ ബാത്റൂമിൽ നിൽക്കാം. അപ്പൊ ഇത് പിടിക്കും. താനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? എന്റെ റൂമിനേക്കാൾ സൗകര്യം ഇവിടെയാണ്. മറ്റാരും അറിയയില്ല. തന്നെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിലുള്ളൊരു മോഹമാണ്. അത് താൻ സാധിച്ചു തരണം. സാറ് പോണം, പ്ലീസ്. സാർ, പ്ലീസ്.
ആരെയാണ്? ഇവിടുത്തെ മാനേജരാ. വന്ന് അന്ന് മുതൽ തുടങ്ങിയതാ ഈ ശല്യം. എന്തൊരു കഷ്ടകാലമാണിത്. സൂസൻ ഇനി ഇവിടെ നിൽക്കണ്ട. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപകടം. നമുക്ക് എത്ര എവിടെ നിന്ന് രക്ഷപ്പെടാം? ഈ ബോഡിയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാ? നമുക്കിതാ കുറ്റിക്കാട്ടി തന്നെ കൊണ്ടുപോയിടല്ലേ? അതാ ബുദ്ധി. ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിക്കോട്ടെ. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വേഗം വിട. പല പോലീസുകാരും പിടിച്ചെടുത്ത് ചെക്ക് ചെയ്താൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. നീ മനുഷ്യനെ പേടിപ്പിക്കാതിരിക്കും. ഇവിടെ ഓർത്തിട്ട് കയ്യും കാലം മറിക്കുന്നു. നിർത്തരുത്. എന്താ? യൂറിനേറ്റ് ചെയ്യണം. ആ പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയ മണ്ടത്തരമായിപ്പോയി. ഒരു ജീവപര്യന്തത്തിനുള്ള വകുപ്പ് ആ സൂട്ട് കേസിലുള്ളത്. അടുത്ത ജീവപര്യന്തം കൂടെ കയറിയിരിക്കുന്നത്. 2 ജീവപര്യന്തം കൂടെ ഒന്നിച്ചങ്ങ് അനുഭവിച്ചാൽ മതി. എടാ, ആപത്ത് സമയത്ത് ആ പെണ്ണ് എന്നെ സഹായിച്ചത്. അവൾക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിക്കണമെന്നാ? നീ ഒന്ന് വണ്ടി കയറി. വേഗോട്ടെ. എന്താ? ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു പാപ്പിച്ചേട്ടൻ. ഗോപി, നമ്മൾ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നില്ല. നേരെ വെളുത്ത് റോഡിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ എത്ര നേരം ഈ ബോഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ? ഉച്ചമുതലാളി വേഗം വാ. ഓക്കെ. സുന്ദരേശാ, എന്താ ഇത്? നീ ഇതുവരെ പോയില്ലേ? മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ മാമന് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ വേണം എല്ലാം സോൾവ് ചെയ്യാൻ. ഇപ്പോഴെങ്കിലും മാമിക്ക് എന്റെ ക്രെഡിറ്റ് മനസ്സിലായില്ലേ? പുന്നാരം പറയാതെ വേഗം പോവാൻ നോക്ക്. ഓക്കെ. നിങ്ങൾ വരണ്ട. നിങ്ങളെ കണ്ടാൽ ചിലപ്പോ അവന്മാർ മുങ്ങിക്കളയും. ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ ജീപ്പിനുള്ളിൽ കയറി ഇരുന്നോളൂ. ഓക്കെ? അതെ. ഉത്കണ്ഠ ഫിലിംസിന്റെ ഓഫീസ് ഏതാ? ഉത്കണ്ഠ ഫിലിംസോ? അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നെ. ഉത്കണ്ഠ. മനസ്സിലായി? ഉത്കണ്ഠയില്ല, ആകാംക്ഷ ഫിലിംസ് ഉണ്ട്. അത് തന്നെയാണോ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചത് ഉത്കണ്ഠ ഫിലിംസ് അല്ലേ? ഉത്കണ്ഠ ആകാംക്ഷ തമ്മിൽ എന്താണോ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ. ടീനേജിലും എന്റെ പ്രായക്കാരുടെ പ്രേമം കൊള്ളാം. നിങ്ങളാരാ? നമ്മളാരാണാവോ? ഈ ഇക്കിളി കൂട്ടും പെണ്ണ്. ഇക്കിളി കൂട്ടും പെണ്ണ് ഈ അല്ല, എ ആണ്. അഡൽസ് ഓൺലി. അവള് ധാരാളം ഇക്കിളി കൂട്ടുണ്ട്. ഇനി അധിക നാൾ ഇക്കിളി കൂട്ടൂല. തന്നെ ഇക്കിളി കൂട്ടും പെണ്ണുമായി പോയാ ആ 2 റെപ്രസെന്റേറ്റീവുമാരെവിടെ? അവരവിടെ പെട്ടിയുമായി പോയിരിക്കല്ലേ. 2 ദിവസം കഴിയുമ്പോ വരും. എന്താ കാര്യം? ഏത് തിയേറ്ററിൽ നിന്നാ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. അവന്മാർ വരുമ്പോ ഞാൻ വന്നെന്ന് പറഞ്ഞേര്. ആര് വന്നെന്ന് പറയണം. സുന്ദരേശൻ. സുന്ദരേശനോ? അതെ, കാണാൻ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാൽ മതി. പോലീസ് ചെക്കിങ്. വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? കള്ളക്കടത്തുമായി ഒരു കാർ ഇതുവഴി വരുന്നുണ്ടെന്ന് പോലീസിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചെക്കിങ് നടക്കുക. നമ്മളിപ്പോ എന്താ ചെയ്യാ? സകല ദൈവങ്ങളെ നീ വിളിച്ചു. ഞാൻ ഒരു ചെറിയ കളി കളിച്ചു നോക്കാൻ പോവാ. അയ്യോ, നീ എന്ത് ചെയ്യാൻ പോവാ? അതൊന്നും നീ അറിയണ്ട. അല്പ ഗ്യാപ്പ് കിട്ടിയ നീ വണ്ടി എടുത്തോണം. നമുക്ക് വൈകുന്നേരം ചേരി വെച്ച് കാണാം. ഗോപി, ഞാൻ പറയുന്നു. ഒന്നും പേടിക്കണം, വണ്ടി എടുത്തോ.
ഒരു ഉപകാരം ചെയ്യണം സാർ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കടത്തുകാരനായിട്ട് അഭിനയിക്കണം. വേറെ ഒന്നുമല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൊലപാതക കേസിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാ. വാട്ട് യു മീൻ? സാർ പ്ലീസ്, എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാലുടൻ നിങ്ങൾ കള്ളക്കടത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താം. അതിന് വേറെ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാണ്? സാർ പ്ലീസ്, സാറിന് ഇതേപോലെ ഏതെങ്കിലും കൊലപാതക കേസിൽ വന്ന് അകപ്പെടുമ്പോ ഞാനും വന്ന് രക്ഷിക്കാം. ഇറക്കാൻ സാർ, ഇവൻ കള്ളക്കടത്തുകാരനാണ് സാർ. ഇവൻ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. സാർ, കള്ളക്കടത്ത് സാധനത്തിലുണ്ട്. ഇവൻ രാജാവിന്റെ മകനാണ്. സാർ, പിടിച്ചോളൂ. ഓടിയാട്ടെ, ഓടിയാട്ടെ. ഒറിജിനൽ സ്റ്റാഫാണ് സർ. വെൽ ഡൺ മിസ്റ്റർ ഗോപിനാഥ മേനോൻ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആണ് പുള്ളിയെന്ന്? സാർ, അതൊരു അബദ്ധത്തില് അല്ല, കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈ കള്ളക്കടത്തുകാരെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഇയാളെ പിടിച്ച് ജീപ്പേ കയറ്റു. സർ, മിസ്റ്റർ ഡിസിൽവയുടെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പായിരിക്കും. മിസ്റ്റർ ഗോപിയെ കൂടി വിറ്റ്നസ് ആക്കി എടുത്താൽ. ദാറ്റ്സ് റൈറ്റ്. സർ, അയാളെ കാണാനില്ല. ഹലോ, ഗോപിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ കുടുങ്ങിയനെ. പോലീസ് ഗോപിയെ ചോദ്യം ചെയ്താലോ? എനിക്കും അതായിപ്പോ പേടി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട. ഒരു ചായയെങ്കിലും? ഒന്നും വേണ്ട. ആകെ ബുദ്ധിമുട്ടായല്ലേ? എനിക്കോ? ഞാൻ കാരണം നിങ്ങൾക്കല്ലേ കൂടുതൽ ബുദ്ധിമുട്ടായത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ വാനിൽ ഇങ്ങനെ കറങ്ങുന്ന അപകടം. നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തൊന്ന് ഫ്രഷ് ആയാലോ? അപ്പൊ ഇത് നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ആ ഹോട്ടൽ മാനേജറുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഏയ്, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അന്വേഷിക്കാം. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഇത് വൈഫാണോ? കണ്ടറിഞ്ഞൂടെ? സോറി, സാറ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടൊക്കെ കൊടുത്താൽ മതി എന്നാ. വർഗീസ്, ആ 250 ഒന്ന് റെഡിയാക്കി കൊടുക്ക. അഡ്വാൻസ് വെച്ചോ. സാറേ, കുടിക്കാൻ ചായ കാപ്പിയോ ഹാർലിക്സ് എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇരിക്കെ ഇരിക്കെ. സൂസന് വേറൊന്നും തോന്നരുത്. വൈഫാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ റൂം തരില്ല. അതുകൊണ്ടാ. ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ജോസൂട്ടി മരിക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ക്യാമ്പിന് പോയിരിക്കായിരുന്നു. കാർ അപകടത്തെപ്പറ്റി പേപ്പറിൽ വായിച്ചു. പക്ഷെ മരിച്ച ജോസൂട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
സൂസൻ കരയാതിരിക്കൂ. നഷ്ടപ്പെട്ടതൊന്നും കരഞ്ഞതുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ജോസൂട്ടിയുടെ പെങ്ങളൊരു ഹോട്ടലിലെ പാട്ടുകാരിയായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂസൻ എങ്ങനെയാ അവിടെ എത്തിയത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിധി. സംഗീതം പഠിച്ചതുകൊണ്ട് ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആന്റിയുടെ ബ്രദർ അലക്സ് വീട്ടിൽ വന്നത്. ഇവിടത്തെ ലോക്കൽ ക്ലബ്ബുകാരുടെ ഗാനമേളകൾ പാടാൻ പോയാൽ ആരറിയാനാ? കാശും കിട്ടില്ല, ചീത്തപ്പേര് മാത്രം മിച്ചം. അവള് വീട്ടിലിങ്ങനെ മുനി പോലെ കുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പാടാൻ പോകുന്നത്? മനസ്സിനെങ്കിലും സന്തോഷം കിട്ടുമല്ലോ. ഏയ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അളിയന് മനസ്സിലായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ലത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യനുണ്ടോ? സൂസൻ എങ്ങനെ പാടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ദൂരദർശനിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓഫീസറാ. അയാളോട് പറഞ്ഞ് ടി വി ഞാൻ പാടിപ്പിക്കാം. 4 ആൾ അറിയുകയും ചെയ്യും, നല്ല കാശും കിട്ടും. ടി വിയിൽ പാടാൻ പോണു. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനുള്ളതാ. അതിനുള്ള ശബ്ദം വല്ല ഇവൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നീ അവൾക്ക് ടി വിയിൽ പാടാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അല്ല, സൂസൻ എവിടെ? എടി സൂസ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നു എല്ലാം കേട്ടോണ്ട്. സൂസന് ടി വി പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ നാളെ തന്നെ റെഡിയായിക്കോ. പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഞാനില്ലേ കൂടെ. കൂടി വന്നാൽ അയാൾ ഒരു പാട്ട് പാടാൻ പറയും. ഒരു പാട്ടങ്ങ് പാടി വയ്ക്കണം. ആദ്യമായിട്ടാണല്ലേ ഇത്രയും വലിയ ഹോട്ടൽ കയറുന്നത്. ആട്ടെ, സൂസനെ കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. ഹലോ, റൂം സർവീസ് 245. 1 coffee and 1 fresh lime. Okay. ഹലോ, ഞാനാ അലക്സ്. അതെ, ജയപ്രാശിന്റെ റൂമിലാ. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്റെ കസിന് ടി വിയിൽ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വന്നാ. അതെ, സിംഗറാ. യെസ്, ജാരിയും ചിത്രയൊക്കെ ഔട്ടാവും. എന്നാ ശരി, ഓക്കെ, വൈകിട്ട് കാണാം. സാർ, കോഫി അവിടെ വച്ചേക്ക്. ടിവിയിലെ പാട്ടും ഇന്റർവ്യൂവും ഒക്കെ അയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിരുന്നു. എന്നിട്ടും ചിറ്റപ്പന്റെ ആന്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. മുറിവേറ്റ മനസ്സുമായി ഇരുണ്ട മുറിയിൽ ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ പാടിയിരുന്ന ട്രൂപ്പിലെ വയലിനിസ്റ്റ് വഴി ചാന്ദിനി ഹോട്ടലിൽ പാട്ടുകാരിയായി ജോലി കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി. സൂസൻ വിഷമിക്കണ്ട, അയാൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. കഴിഞ്ഞ കഥകളൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും തുറന്നു പറയാറില്ല. സൂസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനസ്സ് കാണാൻ എനിക്ക് കഴിയും. അയ്യോ, സൂസന്റെ കഥ കേട്ടിരുന്നപ്പോ വാനിലിരിക്കുന്ന ഡെഡ് ബോഡിയുടെ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി തന്നെ അത് കളഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ഗോപി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അവൻ ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടുവാവോ? എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ ശരിയാ,
നീ തന്നെയാണ്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു? എനിക്കാ? എണ്ണത്തിന് മറുപടി അയച്ചോ? അയ്യോ ഇത് ഇവർക്ക് ഭ്രാന്താണ്. എടാ. ഈ തള്ള നാട്ടുകാരെങ്കിലും കണ്ടാ പോരും. നീ എന്താ അവരയച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേരളം എന്റെ വണ്ടിയിൽ എടാ എടാ ആ പൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയില ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്. സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്. ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും.